പഠിച്ചിട്ട് 5 വർഷമായി. എല്ലാ ടീച്ചർമാരും എൻ്റെ ഫ്രണ്ട്സാണ്. എല്ലാ കുട്ടികളുടെ ടീച്ചർമാരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കണത്. ടീച്ചർമാരൊക്കെ നല്ല സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാഷാല അറിവ് വന്ന് LSS എക്സാമൊക്കെ ഞങ്ങൾക്ക് എഴുതാൻ പറ്റി. സെൻഡ് ഓഫ് ഒരുക്കുന്നതിന് ടീച്ചർമാർക്കൊക്കെ നന്ദി. പിന്നെ സ്കൂളിൽ വിട്ട് പോണേന് എനിക്ക് നല്ല വിഷമമുണ്ട്. സ്കൂളാണ് എന്ന് മിസ് ചെയ്യും. ഞാൻ എൻ്റെ അനിയനോട് പറയാറുണ്ട്, അവിടെ പഠിച്ചോളാം, നല്ല ടീച്ചർമാരുണ്ട്, നല്ല സ്പേസ് ഉണ്ട്. ചെറിയ സ്കൂളാണെന്നെങ്കിൽ പോലും അവിടെ നല്ല പഠിപ്പാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് അവിടുത്തെ ടീച്ചർമാർ. Today is our last convocational ceremony of AMLPS Kanyu. And now let's divide the entrance. Here they come. Our little stars walking with immense pride and confidence, clasping their graduation gowns and caps. നാലാം ക്ലാസ് വരെ ഇപ്പോൾ നമ്മുടെ വിദ്യാലയത്തിൽ പഠിച്ചു. കുറേ പരിപാടികളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റി. കുറേ അനുഭവങ്ങൾ സ്കൂളിൽ നിന്നുണ്ടായി. സന്തോഷമുള്ള അനുഭവങ്ങളും സങ്കടമുള്ള അനുഭവങ്ങളും ഉണ്ടാവും. എന്തായാലും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു. എല്ലാവരും നന്നായി പഠിക്കുന്ന കുട്ടികളാണല്ലോ അല്ലേ? അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് ഇപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്ന് നിങ്ങൾ യാത്ര പറയുകയാണ് അല്ലേ? സന്തോഷത്തോട് കൂടിയിട്ടല്ലേ എല്ലാവരും യാത്ര പറയുക. വീണ്ടും വേറൊരു സ്കൂളിലേക്ക് പോവുകയാണ്. അവിടെയും നിങ്ങൾ വീണ്ടും 7ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെയൊക്കെ പഠിക്കും. നന്നായി പഠിച്ച് നല്ല ഉയർന്ന സ്ഥാനങ്ങളിലെത്തുക. അതിൻ്റെ ഒപ്പം ടീച്ചർക്ക് പറയാനുള്ളൊരു പ്രത്യേക കാര്യം, നമ്മൾ സമൂഹത്തിന് നന്മ ചെയ്യാൻ പറ്റുന്ന, സമൂഹത്തിന് നമ്മളെ കൊണ്ടൊരു ഉപദ്രവം പാടില്ല, നല്ല മനുഷ്യരായിട്ട് ജീവിക്കുക. വിദ്യാഭ്യാസ യോഗ്യതയും പിന്നെ ജോലിയും ഒക്കെ നല്ലതാണ്. അതിൻ്റെ ഒപ്പം നമ്മുടെ ജീവിക്കുന്ന സമൂഹത്തിനോട് സ്നേഹമുള്ളവരായിട്ട് ജീവിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങളതിനെ ചാടിക്കളിക്കുമ്പോഴോ ഓടിക്കളിക്കുമ്പോഴൊക്കെ വഴക്ക് പറയുക. അതൊന്നും ആപത്തുകൾ വരരുതെന്ന് വിചാരിച്ചിട്ട് പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ മനസ്സിൽ ചിലപ്പോൾ വിഷമങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടാവും. ഞങ്ങൾ ടീച്ചർമാരല്ലേ എന്ന് വിചാരിച്ചതൊക്കെ ക്ഷമിക്കുക. സന്തോഷത്തോട് കൂടിയിട്ട് കാഞ്ഞൂർ സ്കൂളിൽ നിന്ന് പോവുക. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ബാച്ചായിരുന്നു ഈ കുട്ടികൾ കേട്ടോ. എന്തായാലും നിങ്ങൾ നന്നായി പഠിച്ച് ഉയരങ്ങളിൽ എത്താൻ വേണ്ടി ടീച്ചർ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ നിങ്ങൾ നല്ല കുട്ടികളാവണം. എപ്പോഴും സ്നേഹമുള്ള കുട്ടികളോ, കുടുംബത്തോടും അച്ഛനോടും അമ്മോടും സമൂഹത്തോടൊക്കെ എന്ത് വേണം? സ്നേഹം വേണം എപ്പോഴും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചീത്ത കാര്യങ്ങൾ പെടാതിരിക്കുക. അങ്ങനെയൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ പിന്നെ
എന്തായി കൊളായി. അപ്പം അതൊക്കെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ അതുപോലെ നന്നായി പഠിക്കണം, പിന്നെ എന്തെങ്കിലുമൊക്കെ ജോലി നേടണം. അങ്ങനെയൊക്കെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഒരുപാട് സന്തോഷമുണ്ട്, അതിലേറെ ദുഃഖമുണ്ട്. കാരണം അത്രയും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബാച്ചാണ് ഈ വർഷം പടിയിറങ്ങുന്നത്. എന്തായാലും ഇവിടുന്ന് വിട്ടു പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് വിഷമമുണ്ട്. പിന്നെ എന്തൊരു കാര്യം പറഞ്ഞാലും നോ എന്നൊരിക്കലും പറയാറില്ല. അവർ പറ്റുന്നത് പോലെ അവർ ആ കാര്യം ഏറ്റവും മികച്ച രീതിയിൽ തന്നെ അവർ ചെയ്യാറുണ്ട്. പിന്നെ ഇനിയും ഭാവിയിൽ ഈ ഒരു സ്നേഹവും അതുപോലെ എല്ലാ മൂല്യങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് പഠനത്തിലും മികച്ച രീതിയിൽ തിളങ്ങി നിൽക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ 2ാം ക്ലാസ്സിലെ ബാച്ചാണ്. ആ സ്നേഹം 3ാം ക്ലാസ്സിലെത്തിയിട്ടും 4ാം ക്ലാസ്സിലെത്തിയിട്ട് എപ്പോഴും എൻ്റെ മേശയുടെ ചുറ്റും ഉണ്ടാവുന്ന കുട്ടികളാണ് ഇവർ. ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെ ഭാവി ജീവിതം നല്ല ആവട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ 5ാം ക്ലാസ്സിലും തുടർന്നുള്ള പഠനത്തിലും എല്ലാ ആശംസകളും നേരുന്നു. എൻ്റെ LKGയിലത്തെ കുട്ടികളാണ്. അന്ന് മുതൽ ഇന്ന് വരെ ആ LKGയിൽ ഞാൻ പഠിപ്പിച്ച അതേ സ്നേഹം എനിക്ക് തിരിച്ചു തന്ന കുട്ടികളാണ്. ഇന്നും വളരെയധികം സ്നേഹത്തോടെ തമാശ പറഞ്ഞ് കളിയാക്കി അങ്ങനെ പോണ കുട്ടികളാണ്. എപ്പോഴും ഞങ്ങൾ അടി കൂടാറുണ്ട്, സ്നേഹത്തോടെ അടി കൂടാറുണ്ട്, ഇപ്പോഴും അടി കൂടാറുണ്ട്. നാളെ അത് ഉണ്ടാവണം. എന്നും നല്ല കുട്ടികളായിട്ട് എൻ്റെ മനസ്സിൽ എന്നും സ്നേഹത്തോടെ ഓർക്കും. എന്നും നല്ല കുട്ടികളാണ്. കാഞ്ഞൂർ സ്കൂൾ കഴിച്ച കുട്ടികളാണ്. ഒരിക്കലും മോശം രീതിയിൽ പോവരുത്. നല്ല ഉയരങ്ങളിൽ എത്തട്ടെ. നല്ല ഭാവി എല്ലാവർക്കും ഉണ്ടാവട്ടെ. സ്നേഹം.